നമസ്കാരം. ഇന്ത്യൻ വ്യോമസേനയെ ആധുനികവൽക്കരിക്കുന്നതിനുള്ള നിർണായക ചുവടുവയ്പുമായി കേന്ദ്രം. ശേഷി വർധനയെക്കുറിച്ചുള്ള എംപവേർഡ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് സമർപ്പിച്ചു. വ്യോമസേനയുടെ ഭാവിയിലേക്കുള്ള വിശദമായ റോഡ് മാപ്പ് ഈ രേഖയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മേഖലകളുടെ രൂപരേഖ, ഘടനാപരമായ നടപ്പാക്കൽ, പദ്ധതി നിർദ്ദേശിക്കൽ, വികസിച്ചുകൊണ്ടിരിക്കുന്ന വ്യോമായുധ വെല്ലുവിളികൾക്കായുള്ള പൊരുത്തപ്പെടുന്നതിന്റെ അടിയന്തരാവസ്ഥ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ബഹിരാകാശ രംഗത്ത് ആത്മനിർഭർ ഭാരത് എന്നത് വിലപേശാനാവാത്ത കാര്യമാണ്. ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ വർദ്ധിക്കുകയും സംഘർഷങ്ങളിൽ വ്യോമശക്തി കൂടുതൽ നിർണായകമാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വിദേശ ഇറക്കുമതികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ശക്തമായ ഒരു തദ്ദേശീയ സൈനിക വ്യാവസായിക സമുച്ചയത്തിനായി പരിശ്രമിക്കാനും ഇന്ത്യയുടെ പ്രതിരോധ ആസൂത്രകർ താൽപര്യപ്പെടുന്നു. വ്യോമസേന ചടുലമായ ഇന്ത്യയുടെ ഭാവിക്ക് സജ്ജമാണെന്നുറപ്പാക്കാൻ പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, പ്രതിരോധ ഗവേഷണ വികസന സംഘടന എന്നിവയ്ക്കൊപ്പം കൂടുതൽ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം വേണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് ആധുനിക യുദ്ധത്തിൽ വ്യോമശക്തിയെ എങ്ങനെ നിരീക്ഷിക്കുമെന്ന് വിശദീകരിക്കുന്ന ഒരു പുതിയ ഡോക്ട്രിൻ 2024 IAF അനാച്ഛാദനം ചെയ്തത്. മൾട്ടി ഡൊമൈൻ പ്രവർത്തനങ്ങളുടെ ആവശ്യകത, സൈബർ, ബഹിരാകാശം, ഇലക്ട്രോണിക് യുദ്ധം എന്നിവയുടെ സുഗമമായ സംയോജനം, തദ്ദേശീയ കഴിവുകൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൽ എന്നിവയ്ക്ക് ഈ സിദ്ധാന്തം ഊന്നൽ നൽകി. ഈ ശേഷിവർദ്ധന റിപ്പോർട്ട് ഇപ്പോൾ സിദ്ധാന്തത്തെ പ്രവർത്തനക്ഷമമായ ഘട്ടങ്ങളിലേക്ക് വിവർത്തനം ചെയ്യുന്നു. പ്രതിരോധ സെക്രട്ടറി അധ്യക്ഷനായ കമ്മിറ്റിയിൽ ഇന്ത്യയിലെ പ്രതിരോധ സ്ഥാപനത്തിലെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥരിൽ ചിലർ ഉൾപ്പെടുന്നു. വൈസ് ചീഫ് ഓഫ് എയർക്രാഫ്റ്റ് സെക്രട്ടറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് R&D, ചെയർമാൻ DRDO, ഡയറക്ടർ ജനറൽ അക്വിസിഷൻ ഡിപ്പാർട്ട്മെന്റ്, ചീഫ് ഓഫ് എയർ സ്റ്റാഫ് എന്നിവരാണ് ഉണ്ടായിരുന്നത്. ചൈന തങ്ങളുടെ വ്യോമശക്തി വർദ്ധിപ്പിക്കുകയും പാകിസ്ഥാൻ ചൈനീസ് നിർമ്മിത J-10C യുദ്ധവിമാനങ്ങളും തുർക്കി ഡ്രോണുകളും ഉപയോഗിച്ച് സേനയെ സജീവമായി നവീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.